നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളർത്തിയെടുക്കേണ്ട സോഫ്റ്റ് സ്കില്ലുകളാണ് ഒന്ന് ടീം വർക്ക്. ടീമായി എങ്ങനെ വർക്കുകൾ ചെയ്യാം, വളരാം. നേട്ടങ്ങൾ നേടിയെടുക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരു കാര്യം നേടിയെടുക്കുക പല വിദ്യാർത്ഥികളും ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ടീമായിട്ട് ചെയ്യാൻ പഠിച്ചെടുക്കുന്നത്, ഒരു ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ നേടാൻ പഠിച്ചെടുക്കുന്നത് ഒരു സോഫ്റ്റ് സ്കില്ലാണ്. വളരെ അനിവാര്യമായ ഒരു സ്കില്ലാണ്. മറ്റൊന്ന് കോൺഫിഡൻസ്. വിദ്യാർത്ഥികൾക്ക് അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ പ്രഭാഷണം, എഴുത്ത്, സമൂഹത്തിൽ ഇടപഴകുക, സമൂഹത്തെ തിരുത്തേണ്ടത് തിരുത്തുക തുടങ്ങിയ അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കോൺഫിഡൻസ്. ഇതൊരു സോഫ്റ്റ് സ്കില്ലാണ്. ഇത് വിദ്യാർത്ഥികളിൽ നാം അധ്യാപകർ വളർത്തിയെടുക്കേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ. തനിക്കാവശ്യമുള്ള ഒരാശയം മറ്റൊരാളുടെ മുമ്പിലേക്ക് വിനിമയം ചെയ്യാൻ അധ്യാപകരോട്, സഹപാഠികളോട്, സമൂഹത്തോട്, തൻ്റെ രക്ഷിതാക്കളോട്, ഇങ്ങനെ തുടങ്ങിയുള്ള കുടുംബാംഗങ്ങളോട് ആവശ്യാനുസരണം അവൻ പഠിക്കുന്ന കാര്യങ്ങൾ വിനിമയം ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. അതൊരു സോഫ്റ്റ് സ്കില്ലാണ്. നാം നിരന്തരം അവരെ പരിശീലിപ്പിച്ച് വളർത്തേണ്ട ഒരു സ്കില്ലാണത്. മറ്റൊന്നാണ് ലീഡർഷിപ്പ്. ഓരോ കുട്ടിക്കും അവരുടെ ജീവിതാവസരങ്ങൾക്കനുസരിച്ച് മനോഭാവം, നേതൃത്വ കഴിവ്, ലീഡർഷിപ്പ്, അത് ഒരു സോഫ്റ്റ് സ്കില്ലാണ്. കുട്ടിയിൽ വളർന്നു വരേണ്ട സോഫ്റ്റ് സ്കില്ലാണ്. പിന്നൊന്ന് ഇമോഷണൽ കൺട്രോൾ. തൻ്റെ വൈകാരികതക്കനുസരിച്ച് വിവേകത്തിൻ്റെ ലൈനിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥ ഇല്ലാതെ വികാരത്തെ അവൻ്റെ പരിധികൾക്കുള്ളിൽ നിർത്തി നേട്ടങ്ങൾക്ക് മാത്രം അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇമോഷണൽ കൺട്രോൾ. ഇതൊരു സോഫ്റ്റ് സ്കില്ലാണ്. ഈ സോഫ്റ്റ് സ്കില്ല് നാം നമ്മുടെ വിദ്യാർത്ഥികളിൽ പരിശീലിപ്പിക്കേണ്ടതാണ്. ഇത്തരം സ്കില്ലുകൾ പരിശീലിപ്പിക്കാൻ അധ്യാപകരും നിരന്തരം പരിശീലിക്കേണ്ടി വരും. അങ്ങനെ പരിശീലിച്ചാകുമ്പോൾ വിദ്യാർത്ഥികളിലേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇതെല്ലാം സ്വയം ചെയ്യുന്നതോടൊപ്പം തന്നെ ആവശ്യമാണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പുകൾ ഉപയോഗിക്കാം. ഹാപ്പി സോണിൻ്റെ മുദരിസ് അക്കാദമി ഇതിനുള്ള ഒരു വേദിയാണ്.